ഞാൻ ദിലീപിന്റെ സിനിമയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടേയില്ല. അത് എൻ്റെ പേരിൽ ആരോ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പിന്നെ പോലീസിന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ പോസ്റ്റല്ല, എൻ്റെ പടം വെച്ച് ആരോ ഇടുന്ന ഒരു പോസ്റ്റാണ്. ഞാനത് വളരെ വ്യക്തമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുമുണ്ട്. എനിക്കൊരാളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കും. അത് സംസാരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. അതെനിക്ക് വേറൊരാൾ എൻ്റെ മുഖം വെച്ച് സംസാരിക്കണ്ട എന്ന് ഞാൻ ഒരു മറുപടി പോസ്റ്റും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പോലീസിന് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് എനിക്ക് അതിന് ആ പരാതി കിട്ടി എന്ന് പറഞ്ഞ് സൈബറിൽ നിന്ന് എനിക്ക് മറുപടിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സിനിമയ്ക്കെതിരെ ഞാൻ എതിരായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം എൻ്റെ പോരാട്ടം അങ്ങനെയല്ല. എൻ്റെ പോരാട്ടം അവൾക്ക് നീതി കിട്ടണം എന്ന് മാത്രമാണ്. അതിനർത്ഥം അയാളുടെ സിനിമ നിങ്ങൾ കാണാൻ പോരുത്. കാണാൻ പോകുന്നവർ കണ്ടോട്ടെ, കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട. ഞാൻ എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ കാണില്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് ആ സിനിമ കാണരുതെന്ന് പറയാൻ എനിക്കെന്ത് അവകാശം? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കാണില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം പോസ്റ്റുകളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. വെറുതെ എൻ്റെ പേരിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ചിലർ പല രീതിയിൽ. ഇന്നിപ്പോൾ വേറൊരു പോസ്റ്റ് കണ്ടു, ഭാവനയുടെ ഒരു സിനിമയുടെ പോസ്റ്റർ ഇട്ടിട്ട് ഈ സിനിമ നിങ്ങൾ കാണുമോ വെറുതെ ചോദിക്കുന്നതാണ്. അപ്പം അതിൻ്റെ താഴെ വന്ന് വളരെ അസഭ്യം പറയുന്നു ആളുകൾ. പിന്നെ ഞാൻ അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു, ദയവേത് നിങ്ങൾ അവളെ ഈ സിനിമയെ ഒരു നടിയായതുകൊണ്ടല്ല ഞങ്ങൾ പോരാടുന്നത്. ഞങ്ങളൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് പോരാടുന്നത്, സ്ത്രീക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ഇത് നമ്മളിങ്ങനെ നമ്മൾ വളരെ മാന്യമായിട്ടാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് കൊട്ടേഷനും PR വർക്കും ഈ തെറിവിളിയും മാത്രമേ ഉള്ളൂ അവരുടെ. അത് ഓരോരുത്തരുടെ സംസ്കാരമാണ്. നിലപാടുമായി നിൽക്കുന്നത് അവൾക്കൊപ്പമാണ് ആദ്യഘട്ടം മുതൽ പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഭീഷണി സന്ദേശങ്ങളൊക്കെ വരുന്നത്. ഭയപ്പെടുന്നുണ്ടോ ഇത്തരം സന്ദേശങ്ങൾ? ഭയമൊന്നുമില്ല എനിക്ക് ഈ ഒരു വിഷയത്തിൽ. ഞാൻ എന്തേ വൈകിയത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ മുമ്പേ പ്രതീക്ഷിച്ചിരുന്നു, ഒരല്പം വൈകിപ്പോയി. തീർച്ചയായിട്ടും നമ്മൾ പോകണമല്ലോ. അല്ലാതെ പോകാതിരിക്കുന്നത് ഇത്തരക്കാർക്ക് നമ്മൾ വഴിവെച്ചു കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമ നടപടി മുമ്പോട്ട് പോകും. ഇത്തരത്തിലുള്ള മെസ്സേജ് അവൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാടെടുക്കുന്ന മറ്റുള്ളവർക്ക് ഇനി തനിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിനോട് കാരണമാവും. തീർച്ചയായിട്ടും ഇപ്പൊ സാധാരണക്കാരെല്ലാം നമുക്ക് മെസ്സേജ് അയക്കുന്നത് ചേച്ചി പേടിയാവുന്നു. അപ്പോൾ സമൂഹത്തിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഇന്ന് അവളാണെങ്കിൽ നാളെ മറ്റൊരു കുട്ടിയാവും, അത് കഴിയുമ്പോൾ മറ്റൊരു കുട്ടിയാവും. ആ ആള് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിരന്തരം ഇത്തരം കൊട്ടേഷൻ എടുക്കുന്ന ആളാണ് എന്ന്. ഒന്നാം പ്രതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇനി 12 വർഷം കഴിഞ്ഞ് അയാൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അയാൾ വീണ്ടും ഇതുപോലെ ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ്? അപ്പം അതുകൊണ്ട് തന്നെ അയാളുടെ ശിക്ഷ കുറച്ചുകൂടി ശക്തമാക്കണം എന്നും ഇതിനെതിരെ മുൻപോട്ട് പിന്നെ നിയമപരമായി നമ്മൾ നടപടിയിലേക്ക് അങ്ങേയറ്റം വരെ പോകണം എന്ന് തന്നെയാണ് തീരുമാനം. അതിൽ നിന്നൊന്നും ഒരാണ് ഇവിടെ പിന്മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മറ്റാളുകളുണ്ടല്ലോ, ഇപ്പൊ സിനിമയിൽ തന്നെയുള്ള മറ്റാളുകൾ ആദ്യഘട്ടത്തിലൊക്കെ അവൾക്കൊപ്പമായിരുന്നു എന്ന് പറയുകയും പിന്നീട് അങ്ങനെ ഇല്ലാതിരിക്കുകയും ചെയ്ത ആളുകൾ. ഇപ്പൊ എല്ലാവരുടെയും മുഖത്തൊരു നിശബ്ദത മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് ചോദിച്ചാലും ഉത്തരമില്ലാത്തൊരവസ്ഥയാണ് പലയിടങ്ങളിൽ നിന്നും. അത്തരം നിശബ്ദതകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവരും സിനിമയിൽ അവരുടെ നിലനിൽപ്പാണ് എല്ലാവരുടെയും പ്രശ്നം. അത് വലിയ വലിയ സംവിധായകർ വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ, പുതിയ ആളുകളാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, 40-50 വർഷം ഈ രംഗത്ത് നിന്ന് സംവിധായകർ പോലും ഭയം എന്ന് പറയുന്നത് അവർ പറയുന്ന എക്സിബിറ്റേഴ്സ് അസോസിയേഷനൊക്കെ അയാളുടെ കയ്യിലാണ്. ഇപ്പം നമ്മുടെ സിനിമ തിയേറ്ററിൽ വരുമോ, ഇത്തരത്തിലുള്ള പല ഭയമുണ്ട് അവർക്ക്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, തൊഴിലാളികളുടെ സംഘടന, ഫെഫ്ക, നടീനടന്മാരുടെ സംഘടന, എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഒരു ഉറച്ച തീരുമാനം അവർ എടുക്കാത്തത്. അതിലെനിക്ക് വളരെ പുച്ഛമാണ് തോന്നുന്നത്, വേറൊന്നുമല്ല. ഇത്രയ്ക്ക് ഒരു സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമില്ലാത്തവരാണോ? അപ്പം ഇന്നലെ ഒരു സംവിധായകൻ എന്നോട് പറഞ്ഞു, ഭാഗ്യലക്ഷ്മിക്ക് ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, 51 വർഷമായില്ലേ, ഇനിയിപ്പോൾ ഡബ്ബിങ്ങിലൊന്നും വലിയ ചാൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇനിയും ഡബ് ചെയ്യാനുള്ള ഒരുപാട്
അതിനുള്ള ധൈര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയല്ല ഞാൻ കാണുന്നത്. എനിക്ക് ഇതല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ഇതില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിജീവിത വലിയ തരത്തിൽ കൂടുതൽ പ്രതിസന്ധിയില്ലേ? കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിൽ ഭീഷണി സന്ദേശമൊക്കെ വരുന്നു. അങ്ങനെ അവൾക്ക് നല്ല പേടിയുണ്ട്. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, എനിക്ക് ചേച്ചിയെ ഓർക്കുമ്പോൾ. അപ്പം ഞാൻ അവളോട് പറയും, എനിക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിവിടെ ഇന്ന് തുടങ്ങിയതല്ലല്ലോ. എത്രയോ വിഷയങ്ങളിൽ ഞാൻ ഓപ്പണായിട്ട് വന്ന് പ്രതികരിച്ചു. ഇതെൻ്റെ ആദ്യത്തെയും അല്ല, ഇതെൻ്റെ അവസാനത്തെയും അല്ല. അത് ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ടേയിരിക്കും.